ഇന്നലെ പിന്നെ സൺഡേ ആയതുകൊണ്ട് സിബിന് എന്തായാലും ലീവല്ലേ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പോയിട്ട് വെയിലാവുമ്പോഴേക്കും അവിടെ എത്താമെന്ന് വെച്ചിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പഴയന്നൂർ ചെന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് മേടിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിൽ പോയിട്ട് ചെയ്തത്. വീട് എത്തിക്കഴിയുമ്പോഴേക്കും എല്ലാവരും ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ പിന്നെ ബിച്ചുട്ടീൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. രണ്ടാൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിബും പോകേണ്ടി വന്നപ്പോൾ സിബിൻ്റെ കൂടെ ഞങ്ങളും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശ്രൈ ഒന്ന് തല നോക്കിയൊക്കെ തരണ്ട കേട്ടോ. എനിക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ വന്ന് പിന്നെ അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് തല നോക്കിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ദിച്ചുട്ടിക്ക് ഒരേ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദിച്ചുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കായിരുന്നു. അവനെ സ്പെക്സ് വെച്ച് കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പോയി കുറച്ച് നേരം നിന്നതും നല്ല വെയിലാവുമ്പോഴേക്കും ഇനി വീട്ടിൽ പോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇന്നിപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ ഫുഡ് ഇങ്ങനെ കിട്ടിയപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഭയങ്കര ടേസ്റ്റ് എല്ലാം. അപ്പോൾ സിബിൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ് കേട്ടോ കാര്യങ്ങൾ. എന്നിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഫുഡും കഴിച്ചു. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങും ചെയ്തു കേട്ടോ. ദിച്ചുട്ടിയൊക്കെ ഇവിടെ നിന്ന് വീടെത്തുമ്പോഴേക്കും നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങിയവൻ. അപ്പോൾ അവനവിടെ കിടത്തിയിട്ട് ഞാനും പിന്നെ അങ്ങനെ ഉറങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ 3:30 പോകാൻ പറഞ്ഞ ആൾക്കാർ 4:30 ആയിട്ടാട്ടോ എണീറ്റത്. പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഫുഡും കൂടി പാക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ടാറ്റാ.